ഭാഗത്തുനിന്ന് പുക വരുന്നുണ്ട്, അയാളുടെ വായന വരെ പുക വരുന്നുണ്ട്. ഫിഷ് സ്റ്റിക്കാണ് നമ്മൾ പറഞ്ഞത്. സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെല്ലെ ഒന്നിങ്ങനെ ഇങ്ങോട്ട് എടുക്കുക. കുറച്ച് ഫ്ലവറൊക്കെ പോലെ എന്തൊക്കെയോ സാധനങ്ങൾ ഏതായാലും കഴിക്കാനും കിട്ടുന്നുണ്ട്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദാൽ ലേക്കിലെ ചെറിയ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. കാവൻ്റെ ആളാണ്. അപ്പോൾ ആൾ വന്നിട്ട് നമ്മളോട് കാവ വേണമെന്ന് ചോദിച്ച്, അപ്പോൾ നമുക്ക് കാവ ഒന്ന് വാങ്ങി വെക്കാം. എങ്ങനെയുണ്ട് കാവ ഒക്കെ ഒഴിച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് മസാല ഒക്കെ മിക്സ് ചെയ്തിട്ട് സാധനം തന്നെ കോഫി മോർണിംഗ് ടീ. അതിൽ കുടിച്ചു നോക്കാം നമുക്ക്. കുഴപ്പമില്ല. ഇതിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഒരുപാട് ഹെർബൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ കണ്ടില്ലേ? ഫ്ലവറൊക്കെ പോലെ എന്തൊക്കെയോ സാധനങ്ങൾ ഏതായാലും കഴിക്കാനും കിട്ടുന്നുണ്ട്. ആള് കുടിക്കുന്നുണ്ട്. എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചേക്ക്. എന്താ അഭിപ്രായം? കുഴപ്പമില്ല. തൂത്തന്ന് ആദ്യം വലിച്ചു. കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, കുട്ടികൾ വലിക്കും. അവിടെ ഒരു സ്റ്റീക്കാണെന്ന് തോന്നുന്നു. പുക ഇങ്ങനെ വരുന്നുണ്ട്. എന്താന്ന് ഏതായാലും നമുക്ക് പോയി നോക്കാം. ഭാഗത്തുനിന്ന് പുക വരുന്നുണ്ട്, അയാളുടെ വായന വരെ പുക വരുന്നുണ്ട്. കണ്ടില്ലേ? ഇതിൽ സ്റ്റീക്കാണുള്ളത്. അപ്പോൾ എന്തൊക്കെ സ്റ്റീക്കാണുള്ളത് എന്ന് ഏതായാലും ചോദിച്ചു നോക്കാം. ഓക്കെ, മെനു തരുന്നുണ്ട്. മെനു ഏതായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എന്തൊക്കെ ഉള്ളത് നോക്കാം. ഫിഷ് തിക്ക, ചിക്കൻ തിക്ക, മട്ടൻ തിക്ക, പനീർ തിക്ക, മഷ്റൂം തിക്ക, എല്ലാ സാധനങ്ങളും ഉണ്ട്. और टूरिस्ट को सब मैं बताता पहले खा फिर पैसा की बात. अच्छा, खाने में मजा होना चाहिए. ये सब पानी पानी नहीं होना चाहिए. बोले सर क्या बनाना? ओके, फिर मटन वाला ही बना. मटन कबाब. हाँ, मटन टिक्का दे. मटन टिक्का थोड़ा सख्त है. थोड़ा सख्त है. हाँ सर, वो थोड़ा पता है. ये ताज़ा मैंने घर से लाया हुआ. ओके, मटन कबाब है, चिकन टिक्का है, फिश टिक्का है, तंदूरी चिकन है. आप बोलो क्या खाना? ओके, एक मटन कबाब दे दो. और क्या बनाना? हाँ हाँ, नहीं मटन कबाब नहीं ये है. बच्चा लोग को अच्छा लगेगा वो. नहीं वो कबाब इसको पसंद नहीं है. बच्चों को नहीं पसंद. टिक्का करना, फिश टिक्का करना. फिश टिक्का करना. तो फिर फिश टिक्का दे दो. एक प्लेट फिश टिक्का बना. ഫിഷ് ടിക്ക एक പ്ലേറ്റ്. നമ്മളേതായാലും വന്ന് റഷീദ് ഭായ് ആണ് നമുക്ക് തരുന്നത്. 25 വർഷം പഴയത് ഫിഷ് ടിക്കാണ് നമ്മൾ പറഞ്ഞത്. സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡോൾഫിൻ. ഫോൺ നമ്പർ എല്ലാം ഉണ്ട് അവിടെ. വേണ്ടിയൊരു വിളിച്ചോളി. ആള് സംഭവം റെഡിയാക്കി നിങ്ങൾക്ക് ഹൗസ് ബോട്ടിൽ റെഡിയാക്കി തരും റഷീദ് ഭായ്. ഈ ഫിഷ് ശരിക്കും ഇവിടുത്തെ അല്ല. അതായത് നമ്മൾ ട്രോട്ട് ഫിഷ് നിങ്ങൾക്ക് അറിയാലോ, തണുത്ത വെള്ളത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ മൗണ്ടെയിൻ എന്നുള്ള സംഭവമാണ്, ഐസ് വാട്ടർ എന്നുള്ളതാണ്. അത് പേൽഗാമിലാണെന്ന് തോന്നുന്നില്ലേ, അങ്ങനത്തെ സ്ഥലത്തു നിന്ന് വരുന്ന സാധനമാണ്. അപ്പോൾ ദാൽ ലേക്കിൽ ഉണ്ടാകുന്ന ഫിഷ് പറഞ്ഞാൽ കൂടുതലും നമ്മളെ കരിമീനൊക്കെ പോലത്തെ, മൂപ്പറിനോട് പറഞ്ഞ് പോംഫെറ്റ് പോലത്തെ ഫിഷ് എന്നാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്ന കരിമീനൊക്കെ പോലത്തെ ഫിഷ് ആയിരിക്കും. ലേക്ക് പറ. ലേക്ക് നേരത്തെ നമ്മൾ എന്തൊക്കെ പോകൂ. Say thank you Adam. Thank you बेटा. 600 കൊടുത്തു. देखो कैसा मजा है. ഓക്കെ, ശുക്രിയ. അപ്പോൾ ഇതാണ് സാധനം. ഇന്ന് മെല്ലെ ഒന്നിങ്ങനെ ഇങ്ങോട്ട് എടുക്കുക. കുറച്ച് ചട്ടണി മുക്കുക. അല്ലോ അത് നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു പീസും കൂടെ എടുക്കുക. ബിസ്മില്ലാ, കഴിക്കുക. മസ മസ. How is it? Super. Seriously? കഴിച്ചോ. ഫൂണ്ട് സംഭവം രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫ്രഷ് ഫിഷ് ആ ഒരു കറക്റ്റ് ഇതിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ദാൽ ലേക്കിൽ ഷിക്കാര റൈഡിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റഷീദ് ഭായിൻ്റെ അടുത്തുനിന്ന് ഫിഷ് ടിക്ക വാങ്ങി കഴിച്ചു നോക്കണ്ടി. സംഭവം പൊളി. താങ്ക് യു ഫോർ വാച്ചിങ്.